എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പഴം പ്രഥമനാണ്. അപ്പോൾ ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെച്ചാൽ ഇന്ന് എൻ്റെ പിറന്നാൾ കൂടിയാണ്. അപ്പോൾ പിറന്നാളിനോടനുബന്ധിച്ചിട്ട് നമ്മളൊരു പഴം പ്രഥമൻ ഉണ്ടാക്കാമെന്ന് വെച്ചു. അപ്പോൾ അതിന് വേണ്ട എന്തൊക്കെ സാധനങ്ങളാണ് നമുക്ക് നോക്കാം. അതായത് ഞാനിവിടെ 1 കിലോ നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു 1.5 നാളികേരം അത് പിഴിഞ്ഞിട്ട് രണ്ടാം പാൽ ഇതിലുണ്ട്. ഏകദേശം 3/4 ലിറ്ററോളം രണ്ടാം പാലുണ്ട്. പിന്നെ ഒരു 1-ാം പാല് കുറച്ചുകൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ 1/2 കിലോ ശർക്കര ഇവിടെ ഉരുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് തേങ്ങാക്കൊത്താണ് വേണ്ടത്. അത് ഞാൻ നെയ്യിലിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ജീരകപ്പൊടി. ഇത്രയാണ് നമുക്കിതിൽ വേണ്ടു. നമ്മൾ ഈ പഴം പ്രഥമനിൽ വേറെ അണ്ടിപ്പരിപ്പോ അങ്ങനത്തെ വേറെ ഒന്നും ഇടാറില്ല. കുറച്ച് ജീരകപ്പൊടി മാത്രമേ ഇടാറുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കിനി എങ്ങനെയാണ് ഈ പായസം ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അത് നമ്മൾ ചെയ്യാൻ പോണത് ഈ നേന്ത്രപ്പഴം നമുക്കൊന്ന് തോല് കളഞ്ഞിട്ട് കുക്കറിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അതാണ് ആദ്യം ചെയ്യാൻ പോണത്. അപ്പോൾ നമുക്ക് അതിൻ്റെ തോലൊന്ന് പൊളിക്കാം. തോല് പൊളിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഈ പഴത്തിൻ്റെയൊക്കെ തോല് പൊളിക്കുക ഈ ഭാഗത്തു നിന്നാണ്. അപ്പോൾ നമ്മൾ ശരിക്കും പൊളിക്കേണ്ടത് ഇപ്പുറത്തുനിന്നാണ്. ഇപ്പുറത്തുനിന്ന് പൊളിച്ചാലാണ് നമുക്ക് അതിൻ്റെ ആ ഉള്ളിലുള്ള നാര് നമുക്ക് കൃത്യമായിട്ട് പോരുള്ളൂ. ആ നാര് അടക്കണ്ട് പോകാന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ പൊളിക്കണം. അതിവിടെ കുക്കറിലിടണം. കുക്കറിലൊന്ന് പഴത്തിൻ്റെ നാര് മുഴുവനും പോകണം. നാരുണ്ടെങ്കിൽ പിന്നെ അത് നമുക്ക് പായസത്തിൽ തന്നെ ബുദ്ധിമുട്ടാവും. അപ്പോൾ ആ നാര് നമ്മൾ കളഞ്ഞെടുക്കുക. ഞാനിവിടെ 1 കിലോ നേന്ത്രപ്പഴം എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 കിലോ പഴത്തേക്ക് നമുക്ക് ഏകദേശം ഒരു 1/2 കിലോ ശർക്കരയാണ് വേണ്ടത്. പിന്നെ ഒരു 1.5 നാളികേരം, അതായത് 3 മുറി നാളികേരം ആണ് നമുക്കിതിൽ വേണ്ടത്. പഴം നമ്മൾ നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ കുക്കറിലിടുന്ന സമയത്ത് ഒരു 3 വിസിലാണ് കണക്ക്. 3 വിസിൽ അടിക്കണ വരെ നമ്മൾ എന്ത് ചെയ്യുക, അത് കുക്കറിലിട്ട് വേവിക്കണം. അപ്പം നമ്മൾ കുക്കറിൽ വെച്ചിട്ടുണ്ട്. നമുക്കിതിൽ വെള്ളം ഒഴിക്കണം. അപ്പോൾ എത്ര വെള്ളം ഒഴിക്കുന്നുള്ള കൃത്യ അളവ് വേണം. നമ്മൾ ഈ പഴത്തിൻ്റെ ഒപ്പാണ് വെള്ളം നിൽക്കാൻ പാടുള്ളൂ. കൂടുതൽ വെള്ളം ഒഴിക്കരുത്. ഓക്കെ, ഇനി ഇത് നമ്മുടെ ബർത്ത്ഡേയുടെ സെലിബ്രേഷനായിട്ട് മക്കളുണ്ടാക്കിയിട്ടുള്ള ഡെക്കറേഷനൊക്കെയാണ് ഈ കാണുന്നത്. രണ്ടാളും കൂടിയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി എത്ര വെള്ളം ഒഴിക്കണം എന്നുള്ളത് കൃത്യമായിട്ടൊന്ന് നോക്കാം. ആ പഴത്തിൻ്റെ ഒപ്പാണ് വെള്ളം വേണ്ടത്. ശ്രദ്ധിക്കുക, വെള്ളം കൂടാൻ പാടില്ല. നമ്മൾ വെള്ളം ഒഴിച്ചില്ലെങ്കിൽ അത് ആകെ കട്ടയായിട്ട് കേടുന്നു പോകും. ഇപ്പോൾ 3 വിസിലടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അത് പഴം ഒന്ന് അതിൽ എടുത്തിട്ട് മിക്സിയിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. പഴം നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കതൊരു പാത്രത്തിലേക്ക് എടുക്കാം. കണ്ടേ, നല്ല പഴുത്തിട്ടുണ്ട് പഴം. പഴം നല്ല വെന്തിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കണം. ഇനി വെള്ളം വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമ്മൾ നേരത്തെ പഴം പുഴുങ്ങിയിട്ടുള്ള ആ വെള്ളം തന്നെ ഉപയോഗിച്ചാൽ മതി. വേറെ വെള്ളം ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പഴം നല്ല പോലെ മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ഒരു തരി പോലും ഇല്ലാതെ നമ്മൾ നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പായസം ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിവിടെ പുതിയൊരു ചട്ടി വാങ്ങിയിട്ടുണ്ട്. ഉരുളൊന്നല്ല, ഒരു ചട്ടി വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിലാണ് നമ്മളിന്ന് പായസം വെക്കാൻ പോണത്. അരച്ച പഴത്തിൽ എന്തെങ്കിലും ചെറിയ കട്ടൊക്കെ ഉണ്ടെങ്കിൽ ലയിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പച്ചവെള്ളം ആദ്യം ഒഴിക്കാം. ഇതിലേക്ക് നമ്മൾ ഈ വെള്ളം തിളയ്ക്കുന്ന സമയത്ത് കുറച്ച് നെയ്യ് ഒഴിക്കുക.
വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ നേരത്തെ മിക്സിയിലിട്ടിട്ട് റെഡിയാക്കി വെച്ചിട്ടുള്ള ആ പഴം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മൾ ഫ്ലെയിം കൂട്ടിയിട്ട് നല്ലവണ്ണം അതൊന്ന് വരട്ടിയെടുക്കണം. അപ്പോൾ അതിന് മുന്നേ നമ്മൾ നോക്കുമ്പോൾ അറിയാം, ആ വെള്ളം നമ്മൾ ആദ്യം കുറച്ച് വെള്ളവും നെയ്യും ഒഴിക്കുക. കാരണം അതിലെ ബബിൾസൊക്കെ എന്തെങ്കിലും ചെറിയ കട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് ലയിച്ച് പോവും. ഏകദേശം ഒരു 5 മിനിറ്റ് നമ്മൾ ഹൈ ഫ്ലെയിമിൽ നിന്നിട്ടിട്ട് അത് നന്നായിട്ട് വരട്ടിയെടുക്കണം. അതിന് ശേഷമാണ് നമ്മൾ അതിലേക്ക് ശർക്കര ഉരുക്കിയത് ഒഴിക്കുക. അപ്പോൾ ഞാനിവിടെ 1/2 കിലോ ശർക്കര എടുത്തിട്ടുള്ളത്. 1 കിലോ നേന്ത്രപ്പഴത്തിലേക്ക് 1/2 കിലോ ശർക്കര, അതാണ് ശരി കണക്ക് അതിൻ്റെ. ഇനി അഥവാ അങ്ങനെ എന്തെങ്കിലും മധുരത്തിൻ്റെ കുറവുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ഈ പായസം ഇപ്പോൾ ഇത് ഉണ്ടാക്കിയതിന് ശേഷം ഇപ്പോൾ അത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് വിചാരിക്കാം. ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മളിപ്പോൾ ഇത് നാളെ ഉപയോഗിക്കുകയാണെങ്കിൽ അത് വീണ്ടും ചൂടാക്കാൻ പാടില്ല. കാരണം ഇതിൽ തേങ്ങാപ്പാൽ നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ആ തേങ്ങാപ്പാൽ ഒഴിച്ചുകൊണ്ട് അത് പിരിയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളത് നാളെ അത് വീണ്ടും ഫ്രിഡ്ജിൽ നിന്ന് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നാളെ കുറച്ച് പാൽ തിളപ്പിച്ചതിന് ശേഷം ആ പാൽ അതിലേക്ക് ഒഴിച്ചിട്ട് എന്ത് ചെയ്യുക, അത് നന്നായിട്ട് ഇളക്കിയെടുക്കുക. അല്ലാതെ ഒരിക്കലും നമ്മൾ ആ ഫ്രിഡ്ജിൽ വെച്ച പായസം ചൂടാക്കാൻ പാടില്ല. പലപ്പോഴും എല്ലാവരും ചെയ്യുന്ന കാര്യം ഇതാണ്, അത് വേഗം ചൂടാക്കിയിട്ട് ഉപയോഗിക്കും. അങ്ങനെ ചൂടാക്കി കഴിഞ്ഞാൽ അതിന് ടേസ്റ്റ് കിട്ടില്ല. ഏകദേശം നമ്മുടെ പഴം നല്ലോണം വരട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ശർക്കരപ്പാവ് ഒഴിക്കാം. ഇപ്പം നമ്മൾ ശർക്കരപ്പാവ് ഒഴിച്ചിട്ടുണ്ട്. ശർക്കരപ്പാവ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ ഫ്ലെയിം ഒന്ന് കുറയ്ക്കുക, ഒരു മീഡിയം ഫ്ലെയിമിലിടുക. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കണം. ഇളക്കിയില്ലെങ്കിൽ അത് കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു വെറൈറ്റി പായസം തന്നെയാണ് ഈ പഴം എന്ന് വെച്ചാൽ. ഉണ്ടാക്കാൻ അത്ര വലിയൊരു ബുദ്ധിമുട്ടൊന്നുമില്ല, പക്ഷെ ടേസ്റ്റ് ഭയങ്കരമാണ്. നമ്മൾ സാധാരണ പാലടയൊക്കെ ഉണ്ടാക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് ഏകദേശം ഒരു 3-4 മണിക്കൂറോളം സമയം അതിന് വേണ്ടി വരും. ഇത് അത്ര സമയമൊന്നും വേണ്ട. ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാം. ആദ്യം ഒഴിക്കുന്നത് 2-ാം പാലാണ്. 2-ാം പാൽ കുറച്ച് നമുക്ക് ഒഴിക്കാം. ഇനി നമുക്കൊരു 1/2 സ്പൂണ് ജീരകം ഒന്ന് കലക്കിയെടുക്കാം. 2-ാം പാലിൻ്റെ കുറച്ചെടുത്തിട്ട് അതിലേക്ക് മിക്സ് ചെയ്താൽ മതി. നല്ലോണം മിക്സായി കഴിഞ്ഞാൽ അത് ആ 2-ാം പാലിലേക്ക് ഒഴിച്ച് വയ്ക്കുക. ഇത് കട്ടയാവാതിരിക്കാനാണ് നമ്മൾ ഒന്നും ആദ്യം കലക്കുന്നത്. അല്ല, ഇനി നമുക്ക് ബാക്കിയുള്ള 2-ാം പാൽ മുഴുവൻ ഒഴിക്കാം. തീ നല്ല കത്തണം. നമുക്ക് കുറച്ചും കൂടി നെയ്യായിരിക്കും ഒഴിക്കാം. ഇനി നമ്മൾ 1-ാം പാൽ ഒഴിക്കുകയാണ്. നമ്മൾ 1-ാം പാൽ ഒഴിച്ചു. ശർക്കര കൂടി നമുക്ക് നെയ്യ് ഒഴിക്കാം. ഇനി നമുക്ക് നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ തേങ്ങാക്കൊത്ത് അതായിരിക്കും ഇടാം. ഇപ്പോൾ നമ്മുടെ പായസത്തിൻ്റെ പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒന്നും കൂടി ഒരു 2 മിനിറ്റ് ഒന്നങ്ങോട്ട് കുറുകിയതിന് ശേഷം നമുക്കത് ഫ്ലെയിം ഓഫാക്കാം. നമ്മൾ സ്റ്റവ് ഓഫാക്കിയതിന് ശേഷം ചട്ടി ഒന്ന് തണുക്കണ വരെ അത് ഇളക്കിക്കൊണ്ടിരിക്കണം.
എന്നിട്ടാണ് നമ്മളത് വേറെ പാത്രത്തിലേക്ക് അടക്കം ഒഴിക്കാൻ പാടുള്ളൂ. നമ്മളിങ്ങനെ അങ്ങോട്ട് പിടിച്ചു പോകുമ്പോൾ അത് ഇങ്ങനെ തുള്ളി തുള്ളിയായിട്ട് ഇങ്ങോട്ട് ഡ്രോപ്പായിട്ട് വരുന്നവരാണ് അതിൻ്റെ ആ ഒരു കറക്റ്റ് കുറുകലാവാന്ന് പറയാം. ഇതൊന്നും കൂടി ആവാൻ. അപ്പോൾ നമ്മുടെ പായസം ആയിട്ടുണ്ട്. ഞാനത് വാങ്ങി വയ്ക്കാൻ പോവാണ്. ഓക്കെ, നമ്മളൊരു ശകലം കൂടി നെയ്യൊന്ന് ഒഴിക്കാം.